CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. KSRTC ബസ് റോഡിലെ കുഴിയിൽ വീണ് ബസ് യാത്രക്കാർക്ക് പരിക്ക്. ശനിയാഴ്ച രാവിലെ 6 മണിയോടെ പാറേമ്പാടത്തായിരുന്നു അപകടം. പരിക്കേറ്റ നന്നമുക്ക് സ്വദേശികളായ 42 വയസ്സുള്ള ദീപയുടെ 12 വയസ്സുള്ള മകൾ അതുല്യ എന്നിവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർത്തങ്കോട് നിയന്ത്രണം വിട്ട JCB ബുള്ളറ്റിലിടിച്ച അപകടം. ബുള്ളറ്റ് യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു. വെള്ളർക്കാട് സ്വദേശി വന്നേരിഞ്ഞാലിൽ മേക്കാട്ട് വീട്ടിൽ 37 വയസ്സുള്ള നിഷയ്ക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി വെള്ളർക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട ഇന്നോവ കാർ റോഡരികിൽ കൂട്ടിയിട്ടിരുന്ന മരത്തടികളിലിടിച്ച് അപകടം. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട ലോറി വഴിയരികിലെ മരത്തിലിടിച്ച അപകടം. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെ 3:30 അൻസാർ ആശുപത്രിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് കല്യാണ മണ്ഡപത്തിന് സമീപത്തുള്ള ദേവസ്വത്തിന്റെ വൈജയന്തി കെട്ടിടത്തിൽ ഓഫീസ് തുടങ്ങാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു. വൈശാഖമാസത്തിലെ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാം വേഗത്തിൽ ദർശനം നടത്തുന്നതിനായാണ് സ്പെഷ്യൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത്. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചെറുതുരുത്തി പടിഞ്ഞാറെ തോപ്പിൽ സുന്ദരൻ മകൻ 15 വയസ്സുള്ള ആര്യനാണ് മരിച്ചത്. ഇന്നലെ പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് കണ്ടെത്തിയത്. അന്തരിച്ച കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV ജാക്സന്റെ വീട്ടിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രവും പരിസരവും വൃത്തിയാക്കി. ജീവനക്കാരും ആശാപ്രവർത്തകരും ചേർന്നാണ് വൃത്തിയാക്കി മാതൃകയായത്. എളവള്ളി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മറ്റം ചേലൂർ വാഗ റോഡിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കാനകളുടെ നിർമ്മാണം പൂർത്തിയായി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ കടങ്ങോട് പഞ്ചായത്ത് തല ഉദ്ഘാടനം ആദൂർ ഹെൽത്ത് സെന്ററിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചൂണ്ടൽ പഞ്ചായത്തിൽ പഞ്ചായത്ത് തല സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. മെയ് 25, 26 തീയതികളിലായാണ് വിശുദ്ധരായ ജോൺ നെബുംസ്യാന്റെയും മത്തായി സ്ലീഹയുടെയും വേളാങ്കണ്ണി മാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ചാവക്കാട് നഗരസഭ CDS കുടുംബശ്രീ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. പഴഞ്ഞി ജെറുസലേം സെന്ററിലെ ഹോട്ടലിൽ നിന്നും മാലിന്യങ്ങൾ കാനയിലേക്ക് ഒഴുക്കിവിടുന്നത് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. ഹോട്ടലിലെ മാലിന്യങ്ങൾ രാത്രിയിൽ കാനയിലേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. കൂറ്റനാട് നിർത്തിയിട്ട ടോറസ് ലോറി മോഷ്ടിച്ച് കടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. മലപ്പുറം കൊളത്തൂർ കോഴിത്തൊടുവിൽ ഷാക്കിർ അലി, മലപ്പുറം തിരുവമ്പലം കുരിത്തൊടിയിൽ അനസ് എന്നിവരെയാണ് ചാലിശ്ശേരി SI VR റെനീഷും സംഘവും അറസ്റ്റ് ചെയ്തത്. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദി ഗ്രാമത്തിന്റെ കായിക പെരുമ നിലനിർത്താൻ ഒരുക്കുന്ന 11ാമത് ശിവൻ മെമ്മോറിയൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച തുടക്കമാകും. തൃശൂർ ആസാദ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയ നേത്ര പരിശോധനയുടെ പുന്നൂർകുളം മേഖലാ ക്യാമ്പ് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ചമ്മന്നൂർ ലവ് ലാബ് മോണ്ടിസോറി പ്രീ സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2ാം വാർഡ് രാമപുരത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജോയിന്റ് കൌൺസിൽ കുന്നംകുളം മേഖലയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും ചൂണ്ടൽ വില്ലേജ് ഓഫീസറുമായ വിൽസൺ ജോസഫ് തെക്കത്തിന് കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. മഴവിൽ സംഘം SSF എരുമപ്പെട്ടി യൂണിറ്റ് സംഘടിപ്പിച്ച സമ്മർ ചിൽ ലൈഫ് സ്കിൽ ക്യാമ്പ് സമാപിച്ചു. 7 സെഷനുകളായി നടന്ന ക്യാമ്പിൽ 2011-12 വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് MS രാമകൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.